കല്യാണവും കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ മഹാനായ അലി റളിയല്ലാഹു അൻഹു റൂമിലേക്ക് ചെല്ലുമ്പോൾ ഫാത്തിമ ബീവി ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സന്തോഷത്തിന്റെ ദിവസത്തിൽ എന്തിനാണ് നീ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഇന്ന് എന്റെ കൂടെ സന്തോഷത്തിനും ഒരു പങ്കാളിയായിട്ടും നിങ്ങൾ എന്റെ കൂടെയുണ്ട്. നാളെ 6 മണ്ണിൽ ഖബറിന്റെ അകത്ത് ആ ഇരുട്ടിന്റെ ഉള്ളിൽ ഞാൻ ഒറ്റക്ക് കിടക്കേണ്ടി വരുമല്ലോ എന്ന് ആലോചിച്ച് ഞാൻ സങ്കടപ്പെട്ട് കരഞ്ഞു പോയതാണെന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. വളരെ സൂക്ഷ്മതയോടുകൂടിയ ജീവിതമായിരുന്നു ഫാത്തിമ ബീവിയുടെ. വീട്ടിലെല്ലാ പണികളും കഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്ത് കയ്യിലെ തഴമ്പുകളെല്ലാം പൊട്ടിയപ്പോൾ അലിയാർ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി മുത്തുനബിയുടെ സവിധത്തിലേക്ക് എത്തുന്നുണ്ട് ഫാത്തിമ ബീവി. എന്നിട്ട് മുത്തുനബിയോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് ഒരു വേലക്കാരനെ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോ അതാണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഫാത്തിമ അല അതുല്ലക്കുമാ അലാ മാ ഹുവ ഖൈറുൽ ലക്കുമാ മിൻ ഖാദിമിൻ, ഖാദിമിനേക്കാൾ വലിയ പുണ്യമുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. കിടക്കുന്ന സമയത്ത് 33 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലണേ, അതുപോലെ ഹംദ് ചൊല്ലണേ, അതുപോലെ തക്ബീർ ചൊല്ലണേ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഹുവ ഖൈറുൽ ലക്കുമാ മിൻ ഖാദിമിൻ, ഒരു വേലക്കാരനെ ഒരു ഖാദിമിനെ വെക്കുന്നതിനേക്കാൾ ഖൈർ അതാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. മഹദിയായ ഫാത്തിമ ബീവി പറയുന്നുണ്ട്, ഞാൻ മരണപ്പെട്ട് കഴിയുമ്പോൾ എന്നെ ഖബറടക്കം ചെയ്യേണ്ടത് രാത്രിയിലാണ്. ആരും കാണാതിരിക്കാൻ വേണ്ടി മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ ഫാത്തിമ ബീവിയുടെ മുഖത്ത് നോക്കുമ്പോൾ തന്റെ സങ്കടങ്ങളൊക്കെ അലിഞ്ഞില്ലാതായി പോകുമെന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. പുതിയ കാലത്തെ കുട്ടികൾക്ക് പകർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഉദാത്തമായ ജീവിതമാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ.